അതെ, ഞാൻ നാട്ടിലായിരുന്നു കേട്ടോ, അതുകൊണ്ട് അധികം വീഡിയോസ് ഒന്നും കാണാൻ. നാട്ടിൽ നിന്ന് ഇങ്ങോട്ട് വന്നപ്പം ഒരു ഇൻഫർമേഷൻ നിങ്ങൾക്കൂടെ പാസ് ചെയ്യണമെന്ന് തോന്നി. എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും, പ്രത്യേകിച്ച് നമ്മുടെ പ്രവാസികൾക്ക് എല്ലാവർക്കും അറിയാവുന്നതായിരിക്കും. ഇനി അറിയാത്തവരാരെങ്കിലും ഉണ്ടെങ്കിൽ, പുതിയതായിട്ട് പ്രവാസി ആരെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അവർക്ക് ചിലപ്പോൾ ഉപകാരപ്പെടും. ഈ സാധനം ഹോട്ട് ആൻഡ് കോൾഡ് ബാക്ക്. ഹോട്ട് എങ്ങനെ സെറ്റ് ആവുമെന്ന് എനിക്ക് അറിയത്തില്ല, പക്ഷെ കോൾഡ് ഐറ്റംസ് നമുക്ക് ചക്കയൊക്കെ ഇല്ലയോ, ചക്കയൊക്കെ അരിഞ്ഞ് ഫ്രീസറിൽ കയറ്റി കട്ട പിടിപ്പിച്ച് വെച്ച് കഴിഞ്ഞാൽ, അതുപോലെ ബീഫൊക്കെ ആണെങ്കിലും വേവിച്ചെടുക്കുന്നത് ജസ്റ്റ് മഞ്ഞപ്പൊടിയും ഉപ്പൊക്കെ ഇട്ട് വേവിച്ച് അങ്ങനെ കൊണ്ടുവരത്തില്ലേ, അങ്ങനെയുള്ളവരൊക്കെ ആണെങ്കിലും ഫ്രീസറിൽ കയറ്റി കട്ടയാക്കിയിട്ട് നമ്മൾ എയർപോർട്ടിൽ പോകുന്നതിന് ഏകദേശം ഒരു മണിക്കൂർ മുമ്പായിട്ട് നമ്മുടെ ഫ്രിഡ്ജിലോട്ട് കയറ്റി വെച്ചാൽ മതി. അല്ലെങ്കിൽ എയർപോർട്ടിൽ വീട്ടിൽ നിന്ന് ഇറങ്ങുന്നതിന് മുമ്പായിട്ട് ഈ സാധനത്തിനകത്തോട്ട് ഇട്ടിട്ട് നല്ല വെൽ പാക്ക് ചെയ്ത് കൊണ്ടുവരാൻ പറ്റുന്ന ഐറ്റമാണ്. ഇതിനകത്തോട്ട് ഇട്ടിട്ട് സീൽ ചെയ്ത് നേരെ നമ്മുടെ ലഗേജിലോട്ട് കയറ്റി വെക്കുക. നേരെ എന്തായാലും വണ്ടിക്കകത്ത് എ സി കാണും, എയർപോർട്ടിൽ ചെല്ലുമ്പോൾ അവിടെ എ സി കാണും, അതുകൊണ്ട് അതിന്റെ കൂളിംഗ് മിസ് ആവത്തില്ല. നമുക്ക് ഭദ്രമായിട്ട് ഒരു 10-12 മണിക്കൂർ വരെ ആ ഒരു കേടാകത്തില്ല, എന്തായാലും ഉറപ്പാണ്. കാരണം ഞാനിവിടെ കൊണ്ടുവന്നു ബീഫോ ചക്കയപ്പോ കുമ്പിളപ്പോ എന്തുവാണെങ്കിലും നിങ്ങൾ നേരെ ഫ്രീസറിൽ കയറ്റി കട്ട ആക്കിയിട്ട് ഇതിനകത്തോട്ട് കയറ്റി വെച്ച് കൊണ്ടുവന്നു കഴിഞ്ഞാൽ സേഫ് ആയിട്ട് എത്തും. അപ്പൊ അറിയാത്തവരുണ്ടെങ്കിൽ പുതിയ ഇൻഫർമേഷൻ ആയിരിക്കും. ഒരു കാര്യം കൂടെ, നാട്ടിൽ ചെന്ന് കഴിയുമ്പം ആദ്യമേ ഇതൊക്കെ ഓർഡർ ചെയ്ത് വെച്ചേക്കണം. നമ്മുടെ ലോക്കൽ ഷോപ്പ് ചിലപ്പോൾ അവൈലബിൾ ആയിരിക്കത്തില്ല, ഓൺലൈനിലൊക്കെ എപ്പോഴും അവൈലബിൾ ആണ്. ഞാൻ ചെന്നിട്ട് അവസാന നിമിഷം ഇത് തപ്പാ ഇറങ്ങിയ ഞങ്ങളുടെ നാട്ടിൽ ഗോൾഡൻ എംപോറിയം എന്ന് പറഞ്ഞൊരു വലിയൊരു ഷോപ്പുണ്ട്. റാന്നിയിൽ ഒരുമാതിരിപ്പെട്ട സാധനങ്ങളെല്ലാം അവിടെ കിട്ടുന്ന. പക്ഷെ ഈ സാധനം അത് സ്റ്റോക്ക് തീർന്നു പോയായിരുന്നേ. പിന്നെ ഞാൻ കുറെ തെണ്ടി തിരിഞ്ഞിട്ടാണ് ഈ സാധനം ഒപ്പിച്ചെടുത്തത്. അതാണ് ഞാൻ എന്റെ ബീഫും കുമ്പിളപ്പവും ചക്ക അരിഞ്ഞ് വേവിച്ചതും സംഭവമൊക്കെ അവിടെ കളഞ്ഞിട്ട് പോകണമെന്നുള്ള സങ്കടപ്പെട്ട് തന്നപ്പം എന്തുവാ ദൈവദൂതനെ പോലെ ഒരാള് കട തുറന്ന് സംഭവം എടുത്തു തന്നു. അപ്പം ഓക്കെ.